കുറച്ചേ പഠിക്കുന്നുള്ളൂ, എന്നാൽ പഠിക്കുന്നതാണെങ്കിൽ ഓർത്തിരിക്കേണ്ടേ അതുമില്ല, എല്ലാം മറന്നു പോകുന്നു. ഈ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. അപ്പൊ അതിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് ചങ്കിങ് ദ സിലബസ്. അതായത് ഒന്നുമില്ലടാ, നിങ്ങളുടെ എക്സാമിനുള്ള സിലബസ് ഏതാണെന്ന് അറിയാലോ. അതിൽ നിങ്ങൾ ഓരോ ചാപ്റ്ററും ആ ചാപ്റ്റർ മൊത്തത്തിൽ ഒരുമിച്ച് പഠിക്കാതെ ആ ചാപ്റ്ററിനെ എടുത്തിട്ട് അതിൽ ടോപ്പിക്സ് സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യണം. ഓരോ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുക. ഈ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്സ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. എന്നിട്ട് ഓരോ ടോപ്പിക് എടുക്കുക, അത് പഠിക്കുക, ടിക്ക് ഇടുക. ഇങ്ങനെ കൃത്യമായി നമ്മുടെ ബ്രെയിനിന് ഓരോ സമയത്തും പഠിക്കുന്നത് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റണം. അല്ലാതെ മിക്സ് ആക്കി എല്ലാം കൂടി ഒരുമിച്ച് അടുക്കും ചിട്ടയും ഇല്ലാതെ പഠിക്കരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഇടുക, ഇന്ന് പഠിച്ച എല്ലാ ടോപ്പിക്കും നോട്ട് ചെയ്ത് വെക്കുക. എന്തിനാ സാർ? ഇന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഈ ഓരോ ടോപ്പിക്കും ഒന്നും കൂടി റിവിഷൻ ചെയ്തിരിക്കണം, കിടക്കുന്നതിന് തൊട്ട് മുമ്പ്. ശേഷം പിറ്റേ ദിവസം, അതായത് സെക്കൻഡ് ഡേയിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി വെറും 2 മിനിറ്റോ 3 മിനിറ്റോ ഉപയോഗിച്ചൊന്ന് ഓടിച്ച് വിട്ടാൽ മതി ഓരോ ടോപ്പിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഓരോ ദിവസം പഠിക്കുന്നതും ഓരോ പേജിലായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യ ദിവസം നോക്കുമ്പോൾ 1 ടിക്ക് ഇടുക, പിറ്റേ ദിവസം അത് 2 ടിക്ക് ഇടുക, ഒരാഴ്ച കഴിഞ്ഞത് 3 ടിക്ക് ഇടുക. അങ്ങനെ ഓരോ ടോപ്പിക്കിനും 3 ടിക്ക് വീതം ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തിയിരിക്കണം. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരേ സാധനം പഠിക്കുന്നത് അല്ലേ, ഒരേ സിലബസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുക, ഇന്ന് ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചു അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയുക. അതേസമയം നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് അവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ചെറിയ സമയം മതി. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കും യൂസ് ആവുന്നുണ്ട്, റിവിഷൻ ആവുന്നുണ്ട്. അതേപോലെ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ ഓർമ്മശക്തിയെ നല്ല രീതിയിൽ കൂട്ടും. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ മറക്കാൻ സാധ്യത കുറവാ. ഇനി നാലാമത്തെ കാര്യമാണ്, നിങ്ങൾ ഓർക്കൂ, നിങ്ങളൊരു മൂവി കണ്ടോണ്ടിരുന്നാല് ഒറ്റവട്ടം കണ്ടാൽ മതി. റിവിഷൻ ഇല്ലെങ്കിൽ പോലും അതിലെ ഓരോ സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാരണം നിങ്ങൾ അതിൽ എപ്പോഴും ആക്റ്റീവ് ആണ് അല്ലേ, നിങ്ങൾ വേറൊന്നും ചിന്തിക്കാതെ അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും സ്റ്റഡീസിലാണെങ്കിൽ മാത്രമേ ആ പഠിച്ച കാര്യം കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. സർ ഫോക്കസ് കിട്ടുന്നില്ല സാർ, അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പോമോഡോറോ ടെക്നിക്ക്. ഇവിടെ 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് കിട്ടും. അപ്പൊ ഈ 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും അടുത്ത 25 മിനിറ്റ് ഫോക്കസ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ റെഡി ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി അഞ്ചാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ കൃത്യമായി ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും. കൃത്യമായി ഉറങ്ങണം. ഒരു ദിവസം മിനിമം 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. മാക്സിമം 8 ഒക്കെ മതി. നിങ്ങൾ ഉറങ്ങി ഉറപ്പ് വരുത്തണം. കൂടാതെ ഉറങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പ് തന്നെ നിങ്ങളുടെ ഫോണൊക്കെ എടുത്ത് മാറ്റി വെക്കുക. ഫോൺ ഡിസ്ട്രാക്ഷൻസ് വേണ്ട. അത് പഠിക്കുമ്പോഴും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പോമോഡോറോ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ഫോൺ അടുത്ത് വേണ്ട, വല്ല ടൈമറോ ഉപയോഗിച്ചാൽ മതി. ഫോൺ അപ്പുറത്തെ റൂമിലോ അപ്പുറത്തെ റൂമിലോ ഒക്കെ കൊണ്ടുവെക്കുക. ക്ലാസ് കാണാനുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഇനി ഞാൻ അധികം ടിപ്സ് ഒന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. കാരണം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മര്യാദയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഓർമ്മ ഒരു 10 മടങ്ങ് വർദ്ധിക്കുന്നുള്ളത് ഉറപ്പാണ്. ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യ്. ഇതുപോലെ ഇനി വേണ്ട വീഡിയോസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ചോ. നമ്മൾ കൂടെ നിൽക്കും. കോൺഫിഡന്റ് ആയിട്ട് മുന്നേറിക്കോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.